ചരിത്രമെഴുതി മധ്യപ്രദേശ് അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തി സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചു. 2025 വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം കൂടിയാണ് മധ്യപ്രദേശ്. സുതാര്യതയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഭരണ നിർവഹണവും ലക്ഷ്യമിട്ടാണ് ഈ വിപ്ലവകരമായ മാറ്റമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. രാജ്യത്തെ വഖഫ് ബോർഡുകളുടെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടാകാത്ത വലിയൊരു ഭരണ പരിഷ്കാരത്തിനാണ് മധ്യപ്രദേശ് സാക്ഷ്യം വഹിക്കുന്നത്. വഖഫ് ഭേദഗതി നിയമപ്രകാരം സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചുകൊണ്ട് സർക്കാർ ഔദ്യോഗിക ഉത്തരവിറക്കി. 10 അംഗ ബോർഡിലേക്ക് 2 ഹിന്ദു അംഗങ്ങളെയാണ് പുതിയതായി നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. ഇതോടെ പുതിയ നിയമപ്രകാരം വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്ന ഭാരതത്തിലെ ആദ്യത്തെ സംസ്ഥാനമായി മധ്യപ്രദേശ് മാറി. ഉജ്ജയിനിൽ നിന്നുള്ള ഡോക്ടർ സൻവർ പട്ടേലിനെയാണ് പുതുതായി രൂപീകരിച്ച മധ്യപ്രദേശ് വഖഫ് ബോർഡിന്റെ ചെയർമാനായി നിയമിച്ചിരിക്കുന്നത്. ഇൻഡോറിൽ നിന്നുള്ള മനോജ് മാൽപാനി, ഗുണസ്വദേശിയായ അനിമേഷ് ഭാർഗവ എന്നിവരാണ് ബോർഡിലെ ആദ്യ ഹിന്ദു അംഗങ്ങൾ. മുൻ നിയമപ്രകാരം വഖഫ് ബോർഡിലെ എല്ലാ അംഗങ്ങളും മുസ്ലിം ഭാഗത്തു നിന്നുള്ളവർ ആയിരിക്കണമെന്നത് നിർബന്ധമായിരുന്നു. എന്നാൽ വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണത്തിലും നടത്തിപ്പിലും കൂടുതൽ സുതാര്യത കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടാണ് മുസ്ലിം ഇതര ഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തിയത്. പുതിയ ബോർഡിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് മുൻ കേന്ദ്രമന്ത്രി നജ്മ ഹെപ്തുള്ള, ഫാത്തിമ ചൌധരി, ഷാഹിസ്ത സുൽത്താൻ, ഷബാന ഖാൻ എന്നിവരും ഇടം പിടിച്ചിട്ടുണ്ട്. ഭോപ്പാൽ നോർത്ത് MLA ആതിഫ് അഖിലും 10 അംഗ സമിതിയിലുണ്ട്. വഖഫ് ഭൂമികൾ കയ്യേറുന്നത് തടയുക, കൃത്യമായ വരുമാന രേഖകൾ സൂക്ഷിക്കുക, വിദ്യാഭ്യാസ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ഈ സ്വത്തുക്കൾ വിനിയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നിവയാണ് പുതിയ ഭരണസമിതിയുടെ പ്രധാന ചുമതലകൾ. മധ്യപ്രദേശ് സർക്കാരിന്റെ നടപടി മറ്റ് സംസ്ഥാനങ്ങൾക്കും വഖഫ് നിയമം നടപ്പാക്കുന്നതിൽ മാതൃകയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. വരും ദിവസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ വഖഫ് ബോർഡുകൾ പുനഃസംഘടിപ്പിക്കുമെന്നാണ് സൂചന. ജനം, ഡൽഹി.